ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ ക്വസ്റ്റ്യൻ. ഇന്ന് നമ്മൾ ആർട്ടിക്കിൾ 315 ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഫോർമേഷൻ ഓഫ് UPSC ആൻഡ് PSC. അതായത് നമുക്ക് സ്റ്റേറ്റിൽ PSC ഉണ്ട്, യൂണിയൻ ലെവലിൽ നമുക്ക് എന്തുണ്ട്, UPSC ഉണ്ട്. ഇതൊരു ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആണെങ്കിലും ഇതിന്റെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ് നടത്തുന്നത് അല്ലേ. അതായത് യൂണിയൻ ലെവലിലാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റും എക്സാമും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 315 അതാണ് പറയുന്നത്. എന്താണ് ചോദ്യം? ഞാനൊന്ന് വായിക്കാം. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ആർട്ടിക്കിൾ 315 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 315 പ്രകാരം താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. അതിൽ ഓപ്ഷൻ 1 എന്താണ്? There shall be a Union Public Service Commission for the Union. അതായത് യൂണിയന് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് അവിടെ നിഷ്കർഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് നിഷ്കർഷിക്കുന്നുണ്ട് എന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 315 യൂണിയൻ ഒരു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്നു എന്നാണ് പറയുന്നത്. ഓപ്ഷൻ 2 എന്താണ്? 2 or more states may agree that there shall be one public service commission for the groups of states. അതായത് ഒരു കൂട്ടം സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു പബ്ലിക് സർവീസ് കമ്മീഷനും ഉണ്ടായിരിക്കണമെന്ന് 2 അതിലധികമോ സ്റ്റേറ്റുകൾ കൂടി അനുമതി നൽകിയേക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ അനുമതി നൽകിയേക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ അംഗീകരിച്ചേക്കാം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ അതാ പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്? എ മെമ്പർ ഓഫ് എ പബ്ലിക് സർവീസ് കമ്മീഷൻ ഷാൽ ഹോൾഡ് ഓഫീസ് ഓഫ് എ ടേം ഓഫ് 6 years. അതായത് പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഒരു അംഗത്തിന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ 6 വർഷത്തേക്ക് ആയിരിക്കും നിയമന കാലാവധി ഉണ്ടാവുക. അതായത് 6 വർഷം വരെ അവിടെ കാലാവധി ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓപ്ഷൻ 3. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ശരിയെന്ന് തോന്നിയിട്ടുള്ള ഉത്തരങ്ങളാണ് കമന്റ് ചെയ്യേണ്ടത്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ പറയുന്നത് എന്താണ്? 1 and 2 ഓൺലി. അതായത് 1 and 2 മാത്രമാണ് ശരി എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി എന്താ പറയുന്നത്? 1 and 3 ഓൺലി. 1ഉം 3ഉം മാത്രമാണ് ശരി എന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. ഓപ്ഷൻ സി എന്താ പറയുന്നത്? 2 and 3 ഓൺലി. 2ഉം 3ഉം മാത്രമാണ് ശരി എന്നാണ് ഓപ്ഷൻ 3 പറയുന്നത്. ഓപ്ഷൻ ഡി പറയുന്നത് എന്താണ്? 1, 2 and 3 ഓൾ ആർ കറക്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ഓപ്ഷൻ ഡി പറയുന്നത് എല്ലാം ശരിയാണ്. ഓപ്ഷൻ സി പറയുന്നത് 2ഉം 3ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ ബി പറയുന്നത് 1ഉം 3ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ എ പറയുന്നത് 1ഉം 2ഉമാണ് ശരി. ഇനി നിങ്ങളുടെ യുക്തിയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് ഇവിടെ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ യുക്തിയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, നമുക്കിനി ഉത്തരത്തിലേക്ക് പോവാം അല്ലേ. ഇത് ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ചെറിയൊരു പോർഷൻ കാണിച്ചു തരാം. ആർട്ടിക്കിൾ 315 ബന്ധപ്പെട്ടുള്ള ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 315 ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ചോദ്യത്തിൽ. അതായത് പ്രസ്താവന 1 എന്തായിരുന്നു? യൂണിയന് വേണ്ടി ഒരു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കും. 2 എന്തായിരുന്നു? 2 അതിലധികം സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങൾ ഗ്രൂപ്പിനായിട്ട് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കുമെന്ന് സമ്മതിച്ചേക്കാം. മൂന്നാമത്തെ എന്തായിരുന്നു? പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഒരു അംഗം 6 വർഷത്തേക്ക് അധികാരത്തിലായിരിക്കും. ഏത്? ആ പബ്ലിക് സർവീസ് കമ്മീഷനിൽ 6 വർഷം അധികാരത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. ഇതിൽ ഓപ്ഷൻ 1 ആണോ ശരി, 2 ആണോ ശരി, 3 ആണോ ശരി എന്നുള്ള കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിരുന്നു. ഓപ്ഷൻ ഞാൻ വായിച്ചു. ഇനി നമുക്ക് ഭരണഘടനയുടെ ഒരു പോർഷൻ നോക്കാം. ഓക്കെ, ഞാൻ ഇതും ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. എന്താണ് കൊടുത്തിരിക്കുന്നത്? If 2 or more states agree that there should be a joint public service commission for them and their legislatures pass resolution to that effect, then Parliament may by law appoint a joint state public service commission to serve their needs. The Union Public Service Commission may, if requested by the governor of state with the approval of the president, agree to serve all or any of the needs of a states. Article 315 പറയാണ്. എന്താണ് പറയുന്നത്?
രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾ അവർക്കായി ഒരു ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണമെന്ന് സമ്മതിക്കുകയും അവരുടെ നിയമസഭകൾ അതിനുള്ള പ്രമേയങ്ങൾ പാസാക്കുകയും ചെയ്താൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പാർലമെന്റിന് നിയമം വഴി ഒരു ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കാം. അതായത് എന്താണ്, രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾ അവർക്കൊരു ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണമെന്ന് സമ്മതിക്കുകയും അവരുടെ നിയമസഭകൾ, അതായത് ഈ സ്റ്റേറ്റ്സിന്റെ നിയമസഭകൾ അതിനുള്ള പ്രമേയങ്ങൾ പാസാക്കുകയും ചെയ്താൽ എന്ത് ചെയ്യാം, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പാർലമെന്റിന് നിയമം വഴി എന്ത് ചെയ്യാം, ഒരു ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഒരു സംസ്ഥാനത്തിന് ഗവർണർ അഭ്യർത്ഥിച്ചാല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ ആ സംസ്ഥാനത്തിന്റെ എല്ലാ അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റാൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന് സമ്മതിക്കാമെന്നാണ്. അത് എവിടെയാ പറയുന്നത്, ആർട്ടിക്കിൾ 315 പ്രകാരമാണ് പറയുന്നത്. ഇനി അടുത്തത് എന്താ പറയുന്നത്, എ കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് എ ചെയർമാൻ ആൻഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. ദ number of members and the conditions of service shall be determined in the case of Union Public Service Commission or a joint commission by the President, and in case of State Public Service Commission by the Governor. Okay, this is applicable even for resigning of both chairman and members respectively. This is done by making regulations. No qualifications are prescribed for being chairman or member, but it is laid down in Article 316 that as nearly as may be one half of the members of every commission shall be person who have held office under the government of India or of a state for 10 years. A member of a commission hold office for a term of 6 years from the date he or she enters upon the office or until attain the age of 65 years in the case of Union Public Service Commission and 62 years in the case of State Commission or a Joint Commission. ഇതാണ് അടുത്ത പാരഗ്രാഫ് മുതൽ പറയുന്നത്. എന്താണത് അല്ലേ? അടുത്ത പാരഗ്രാഫ് എന്താ പറയുന്നത്, ഒരു കമ്മീഷന് ഒരു ചെയർമാനും നിരവധി അംഗങ്ങളും ഉണ്ടായിരിക്കും. അംഗങ്ങളുടെ എണ്ണവും സേവന വ്യവസ്ഥകളും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെയോ ജോയിന്റ് കമ്മീഷന്റെയോ കാര്യത്തിൽ രാഷ്ട്രപതിയും ഒരു സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ കാര്യത്തിൽ ഗവർണറും നിർണ്ണയിക്കുമെന്നാണ് പറയുന്നത്. എന്താണ്, ഒരു കമ്മീഷനിൽ എന്തുണ്ടായിരിക്കും, ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നിരവധി അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഈ അംഗങ്ങളുടെ ഒക്കെ എണ്ണവും സേവന വ്യവസ്ഥകളും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെയോ ജോയിന്റ് കമ്മീഷന്റെയോ കാര്യത്തിൽ രാഷ്ട്രപതിയും, അതായത് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ, അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ജോയിന്റ് കമ്മീഷന്റെ കാര്യത്തിൽ ആരാണ്, രാഷ്ട്രപതിയും. എന്നാൽ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ കാര്യത്തിൽ ആരാണ്, ഗവർണറാണ് നിർണ്ണയിക്കുന്നത് അല്ലെ. ഗവർണറും നിർണ്ണയിക്കുമെന്നാണ് പറയുന്നത്. ചെയർമാന്റെയും അംഗത്തിന്റെയും രാജിക്ക് ഇത് ബാധകമാണ്. ഈ ചട്ടങ്ങൾ ഇതൊരു ചട്ടങ്ങളാണ്, ഇങ്ങനെ ചട്ടങ്ങൾ ഉണ്ടാക്കിയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ചെയർമാനോ അംഗമോ ആകുന്നതിന് പ്രത്യേക യോഗ്യതകളൊന്നും നിഷ്കർഷിച്ചിട്ടില്ലെങ്കിലും പക്ഷെ ആർട്ടിക്കിൾ 316 ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്, ഓരോ കമ്മീഷനിലെ അംഗങ്ങളിൽ ഏകദേശം പകുതി പേർ എന്താണ്, സർക്കാരിന് കീഴിലോ ഒരു സംസ്ഥാന സർക്കാരിന് കീഴിലോ 10 വർഷം ഔദ്യോഗിക പദവി വഹിച്ചിട്ടുള്ളവരായിരിക്കണം. അതായത് ചെയർമാനോ അംഗമോ ആകുന്നതിന് പ്രത്യേക യോഗ്യതകളൊന്നും നിഷ്കർഷിച്ചിട്ടില്ല. പക്ഷെ ആർട്ടിക്കിൾ 316 എന്ത് പറയുന്നുണ്ട്, ഓരോ കമ്മീഷനിലെ അംഗങ്ങളിൽ ഏകദേശം പകുതി പേര് സർക്കാരിന് കീഴിലോ, അതായത് ഇന്ത്യയിലെ ഒരു ഗവൺമെന്റ് ഉണ്ട്, ഗവൺമെന്റിന് കീഴിലോ ഒരു സംസ്ഥാന ഗവൺമെന്റിന് കീഴിലോ 10 വർഷം ഔദ്യോഗിക പദവി വഹിച്ചിട്ടുള്ളവരായിരിക്കണം ആരായി വരുന്നത്, ഒരു ചെയർമാനോ അല്ലെങ്കിൽ ഒരു അംഗമോ ആകുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ഒരു കമ്മീഷനിലെ അംഗം അയാളോ അവളോ അദ്ദേഹമോ അവളോ ഓഫീസ് പ്രവേശിക്കുന്ന തീയതി മുതൽ എന്താണ് 6 വർഷത്തേക്ക് അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കാര്യത്തിൽ 65 വയസ്സും സ്റ്റേറ്റ് സർവീസ് കമ്മീഷന്റെ ജോയിന്റ് കമ്മീഷന്റെ കാര്യത്തിൽ 62 വയസ്സും തികയുന്നത് വരെ ഇതിൽ ഏതാണ് ആദ്യം വരുന്നത്, അധികാരത്തിൽ ഇരിക്കുന്ന പറയുന്നത്. അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കാര്യത്തിൽ 65 വയസ്സാണ് വരുന്നത്. എന്നാൽ സ്റ്റേറ്റിലെ PSCയിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ കാര്യത്തിൽ വരുമ്പോൾ അവിടെ ഒരു അംഗത്തിന് 62 വയസ്സ് തികയുന്നത് വരെയോ
ഇതിൽ ഏതാണോ ആദ്യം വരുന്നത്? ഇപ്പൊ ഫ്രണ്ട്സ്, ഇനി നിങ്ങൾ നിങ്ങളുടെ ഉത്തരം താഴെ കമന്റ് ചെയ്ത് തുടങ്ങിക്കോളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. എന്താണ്? ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ആർട്ടിക്കിൾ 315 ആണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ? അതിൽ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു, 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഓപ്ഷൻ 1 എന്താണ്? ദർ ഷാൽ ബി എ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോർ ദ യൂണിയൻ. അതായത് യൂണിയന് വേണ്ടിയിട്ട് ഒരു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് ആർട്ടിക്കിൾ 315 പറയുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അത് ശരിയാണോ അല്ലയോ? ശരിയാണോ അല്ലയോ? ശരിയല്ലേ? അത് വായിച്ചിട്ടില്ലായിരുന്നോ? അതായത് ഒരു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും ഉണ്ടായിരിക്കണമെന്ന് ആർട്ടിക്കിൾ 315 പ്രകാരം പറയുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ ഉത്തരം ശരിയാണ്. ഇനി ഓപ്ഷൻ 2 എന്താണ്? 2 or more states may agree that there shall be one public service commission for that group of states എന്നാണ് പറയുന്നത്. അത് ശരിയാണോ അല്ലയോ? അത് ശരിയാണോ അല്ലയോ? അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു പോയതല്ലേ കാര്യങ്ങൾ. എന്താണ് പറഞ്ഞിരുന്നത്? 2 സംസ്ഥാനങ്ങൾ അവർക്കായി ഒരു ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണമെന്ന് സമ്മതിക്കുകയും അവരുടെ നിയമസഭകൾ അതിനുള്ള പ്രമേയങ്ങൾ പാസാക്കുകയും ചെയ്താൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പാർലമെന്റിന് നിയമം വഴി ഒരു ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുക എന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്താണ്? ഓപ്ഷൻ 2 ശരിയല്ലേ? 2 or more states may agree that there shall be one public service commission for that group of states. അതായത് ഒരു സ്റ്റേറ്റ്സിന് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അത് 2 സ്റ്റേറ്റ്സുകൾ അംഗീകരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഓപ്ഷൻ ശരിയല്ലേ? അപ്പൊ ഇവിടെ 1ഉം 2ഉം ശരിയാണ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് 1ഉം ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2ഉം ശരിയാണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 3 എന്താണ്? സ്റ്റേറ്റ്മെന്റ് 3 എന്താ പറയുന്നത്? എ മെമ്പർ ഓഫ് എ പബ്ലിക് സർവീസ് കമ്മീഷൻ ഷാൽ ഹോൾഡ് ഓഫീസ് ഓഫ് എ ടേം 6 years എന്നാണ്. ഈ 3rd ഓപ്ഷൻ ശരിയാണോ? എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട്? അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കാര്യത്തിൽ ആ അംഗങ്ങളുടെ പ്രായവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒരു കമ്മീഷനിലെ അംഗത്തിന് അദ്ദേഹം സർവീസിൽ പ്രവേശിച്ചതിന് ശേഷം സർവീസിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ 6 വർഷത്തേക്ക്, അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കാര്യത്തിൽ 65 വയസ്സ്, 6 വർഷത്തേക്ക് അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? അത് 6 വർഷമാണ്. അപ്പൊ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് 3 എ മെമ്പർ ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഷാൽ ഹോൾഡ് ഓഫീസ് ഫോർ എ ടേം ഓഫ് 6 years എന്നാ. പബ്ലിക് സർവീസ് കമ്മീഷന്റെ കാര്യത്തിലാണോ ടേംസ് ഓഫ് 6 years വരുന്നത്? ആണോ? ടേം ഓഫ് 6 years തന്നെയാണ് വരുന്നത്. പക്ഷെ ചെറിയൊരു കോൺട്രാഡിക്ടറി ഉണ്ട് അവിടെ. എന്താണ്? പബ്ലിക് സർവീസ്, അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കാര്യത്തിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അതിൽ ഏതാണോ ആദ്യം വരുന്നത് അത് പ്രകാരമായിരിക്കും നിയമനം ആളുടെ ഓഫീസ് ഹോൾഡ് ചെയ്യുക. എന്നാൽ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 62 വയസ്സാണ് അല്ലേ? 62 വയസ്സ് അല്ലെങ്കിൽ 6 വർഷം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? അവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? എന്നപ്പം എ മെമ്പർ ഓഫ് എ പബ്ലിക് സർവീസ് കമ്മീഷൻ ഷാൽ ഹോൾഡ് ഓഫീസ് ഫോർ ടേം ഓഫ് 6 years എന്ന് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ അല്ലേ? 6 വർഷം മാത്രമേ ഇവിടെ കൊടുത്തുള്ളൂ. ഇവിടേക്ക് എന്തുകൂടെ ചേരേണ്ടിയിരുന്നു? 62 വയസ്സ് അല്ലെങ്കിൽ 6 വർഷം. അപ്പൊ അതിലേതാണോ ആദ്യം വരുന്നത് അത് പ്രകാരമായിരിക്കും ഓഫീസ് ഹോൾഡ് ചെയ്യുക. ഓക്കെ, അതായത് അത്രയും കാലമായിരിക്കും അദ്ദേഹത്തിന്റെ കാലാവധി, സേവന കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ 3 തെറ്റാണ്, ഓപ്ഷൻ 1 and 2 ശരിയാണ്, ഓപ്ഷൻ 3 തെറ്റാണ് അല്ലെ? അപ്പൊ അത് ഇതിൽ ഏതാ മീറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ 1 and 2 ഓൺലി ആണ് ശരി. ഓപ്ഷൻ 1 and 2 ഓൺലി വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലെ? സ്റ്റേറ്റ്മെന്റ് 1 and 2 മാത്രമാണ് ശരി. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് 1 and 2 ശരിയായി വരുന്ന ഓപ്ഷൻ ഏതാണ് ഇതില്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ 1 and 2 ഓൺലി. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായി മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ പേജ് ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇതുപോലെയുള്ള PSC ഡിഗ്രി ലെവല്, ഈവൻ UPSC എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ പേജ് ഫോളോ ചെയ്ത് വെച്ചോളൂ. ഓക്കെ,
See you.